ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റോഡ്, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് വളരെ കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗം നടത്തുകയും സ്ഥിരമായ രീതിയിൽ ഇതിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്ന റോഡായിരുന്നു. പിന്നീട് 1924 വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഈ റോഡിന് ചില കേടുപാടുകൾ സംഭവിച്ചു. പിന്നീട് കോതമംഗലം നേരിമംഗലം വഴിയുള്ള റോഡ് തുറക്കപ്പെടുകയും ചെയ്തു. പക്ഷെ ഇപ്പോ ഒരു സമാന്തര പാത എന്ന രീതിയിൽ കോതമംഗലം, കുട്ടമ്പുഴ, മാങ്കുളം വഴി പോകുന്ന ഈ റോഡ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ടൂറിസം മേഖലയ്ക്ക് വളരെയേറെ ഉപകാരമാകും. അതുപോലെ തന്നെ ഒരു സമാന്തര പാതയായി മൂന്നാർ കോതമംഗലം റോഡിന് ഒരു സമാന്തര പാതയായിട്ട് ഇത് വരും. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ മുഴുവൻ വികസന സാധ്യതകളും തുറക്കപ്പെടുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് യാതൊരു കാരണമില്ലാതെ വനം വകുപ്പ് നടത്തിയിരിക്കുന്ന ഒരു കയ്യേറ്റം, അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഈ റോഡില് വനം വകുപ്പിന് യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല. അതിനുള്ള എല്ലാ രേഖകളും ഉണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സംബന്ധിച്ചുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വനം വകുപ്പ് അധികാരികൾ ഈ റോഡ് ക്ലോസ് ചെയ്തേക്കുക, അതിലെ കയറുന്ന ആളുകളെ നിയന്ത്രിക്കുന്നു, കയറുന്നവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി നോക്കുന്നു. ഒരു ബാറിട്ട് ഈ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതായത് PWR റോഡില് വനം വകുപ്പ് നടത്തിയിരിക്കുന്ന ഒരു കയ്യേറ്റമാണ് ശരിക്കും ഉള്ളത്. ഈ ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കയ്യേറ്റം മാറി PWD റോഡ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക. ജനങ്ങളുടെ റോഡ് കയ്യേറാനുള്ള അധികാരമൊന്നും വനം വകുപ്പിന് ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല, അല്ലെ അറിയാനുള്ള അധികാരം ഓർക്കില്ല. അത് വിട്ടുതരണം, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള റോഡ് ജനങ്ങൾക്ക് വേണ്ടി തന്നെ വിട്ടുതരണം എന്നുള്ളതാണ് ജനങ്ങൾ ആവശ്യപ്പെടുക. ഇന്നലെ അഭിവന്ധ്യ കോതമംഗലം രൂപതയുടെ മുൻ മെത്രാൻ അഭിവന്ധ്യ ജോർജ് പൊന്നുകോട്ട് പിതാവിന്റെ നേതൃത്വത്തില് ഡീൻ കുര്യാക്കോസ് MP, ആന്റണി ജോൺ MLA, വിവിധ രാഷ്ട്രീയ മത സാമൂഹിക നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തില് വലിയൊരു മാർച്ച്, ജനമുന്നേറ്റ യാത്ര എന്ന പേരിൽ ഈ റോഡിലൂടെ നടത്തി. ഏതാണ്ട് വനംവകുപ്പുകാര് ബ്ലോക്ക് ചെയ്തിരുന്ന മേഖലയെ കഴിഞ്ഞ് 2-2.5 കിലോമീറ്ററോളം ജനങ്ങള് ഈ റോഡിലൂടെ യാത്ര ചെയ്തു. അതായത് നഷ്ടപ്പെട്ടു പോയ ഈ പൈതൃകത്തെ തിരിച്ചു പിടിക്കാനുള്ള ജനകീയ മുന്നേറ്റമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുക. ഈ പ്രദേശത്തുള്ള ആളുകള് വനംവകുപ്പും വന്യജീവികളും കാരണം വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയില് ജനങ്ങളുടെ ഒരു പ്രതികരണം, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ റോഡ് തിരിച്ചു കിട്ടുക, ഈ നാടിന്റെ വികസനത്തിനെതിരായിട്ട് നിൽക്കുന്ന അവസ്ഥകള് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ജനങ്ങൾ ഉയർത്തിയത്. എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി ഏതാണ്ട് 10,000-ഓളം ആളുകള് ഈ റാലിയില് പങ്കെടുത്തു. അഭിവന്ധ്യ പൊന്നുകോട്ടിൽ പിതാവും ഡീൻ കുര്യാക്കോസ് MPയും ആന്റണി ജോൺ MLAയും അതുപോലെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ ഭാഗമായി മാങ്കുളത്തെയും കുട്ടമ്പുഴയിലെയും സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾ ഇതിന്റെ ഭാഗമായി. അപ്പൊ അങ്ങനെ റോഡ് ഈ രീതിയിൽ മുൻപോട്ട് അതിനു വേണ്ടിയിട്ടുള്ള സമരങ്ങൾ മുമ്പോട്ട് പോകുന്നു. അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയില് അഡ്വക്കേറ്റ് ദേവസ്യയുടെ നേതൃത്വത്തില് നിയമപരമായ രീതിയിൽ ഇത് റോഡ് തിരിച്ചെടുക്കുന്നതിനുള്ള കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ജനങ്ങൾക്ക് അവകാശപ്പെട്ട റോഡിൽ നിന്ന് വനം വകുപ്പിനെ ഇറക്കി വിടുക എന്നുള്ള ഒരു തീരുമാനമാണ്. ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുക. ഫാദർ, മറ്റൊരു കാര്യം, വനം വകുപ്പ് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് ഇപ്പോൾ ഇത് കയ്യേറുകയും ഇപ്പോൾ ഈ റോഡ് കയ്യേറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? വനം വകുപ്പിന് പ്രത്യേകിച്ച് ഒരവകാശവും റോഡിലില്ല. ഏതാണ്ട് 6-7 വർഷങ്ങൾക്ക് മുമ്പ് യാതൊരു പ്രകോപനവും ഇല്ലാതെ വനം വകുപ്പ് അധികാരികൾ ഒരു ബാറിട്ട് ഈ റോഡ് ക്ലോസ് ചെയ്തിട്ട് പറഞ്ഞു ഇതിലെ കടന്നു പോകാനായിട്ട് പാടില്ല, ഇത് വനം വകുപ്പിന്റെ റോഡാണ് എന്ന് അവർ അവകാശപ്പെട്ടു. ഇതിലുള്ള യാതൊരു രേഖയും അവരുടെ കയ്യിലില്ല. തന്നെയല്ല, ഇത്രയും പരിസ്ഥിതി സ്നേഹം പറയുന്ന ഈ വനം വകുപ്പ് ഈ റോഡിലൂടെയാണ് പുലിമുരുകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഈ റോഡ് തുറന്നു കൊടുക്കുകയും ലക്ഷങ്ങള് പ്രതിഫലം വാങ്ങുകയും ചെയ്തത്. അതായത് വനം വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി റോഡ് തുറന്നു കൊടുക്കാം, അത് കയ്യേറിയ റോഡ്, അതായത് വനം വകുപ്പിന് യാതൊരു അവകാശവും ഇല്ലാത്ത റോഡാണിത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ വെട്ടിയ രാജാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോഡാണ്, അത്രയും പൈതൃകമുള്ള റോഡാണ്. അപ്പൊ അത് വനം വകുപ്പ് കയ്യേറി എന്ന് വേണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വനം വകുപ്പിന്റെ കയ്യേറ്റമാണ് ശരിക്കും അവിടെ സംഭവിച്ചിരിക്കുക. അവർക്ക് യാതൊരു അധികാരവും അവിടെ ഇല്ല, യാതൊരു അവകാശവും ഇല്ല, വെറുതെ വനം വകുപ്പ് കയ്യേറുന്നു എന്നുള്ളതാണ്. ഫാദർ, ഇത്രയും ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ സമരം നടത്തുമ്പോൾ സർക്കാരിന്റെ ഒരു പ്രതികരണം എന്താണ്? ഇന്നലെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവായ ഒരു നിലപാട് തന്നെ നമുക്ക് ഉണ്ടായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം ഭരണപക്ഷ MLA ആണ് ശ്രീ ആന്റണി ജോൺ ആണ് സമരത്തിന് ഒരു നേതൃത്വം കൊടുത്തിരിക്കുന്നത്. പക്ഷെ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വളരെ നിഷേധാത്മകമായ ഒരു നിലപാടാണ്. വനം വകുപ്പുകാർ റോഡ് തടയാൻ വേണ്ടി നോക്കി,
ആളുകൾ പറഞ്ഞു ഈ PWD റോഡില് വനം വകുപ്പിന് അവകാശമൊന്നുമില്ല, വനം വകുപ്പ് അധികാരികൾ മാറി നിൽക്കണമെന്നുള്ള ഒരു നിലപാടിലേക്ക് ആളുകൾ വന്നതോടുകൂടി വനം വകുപ്പിന് മാറേണ്ടതായിട്ട് വന്നു, പോലീസിന് മാറേണ്ടതായിട്ട് വന്നു, ആളുകൾ കടന്നുപോയി. സർക്കാരിന് ഈ വിഷയം പണ്ടേ പരിഹരിക്കാവുന്നതാണ്. നിയമസഭയിലൊക്കെ പല പ്രാവശ്യം MLA ചോദ്യത്തിനും അതുപോലെ അല്ലാതെയും ഒക്കെ ആയിട്ട് ഈ റോഡ് തുറന്നു കൊടുക്കണമെന്നുള്ള ഒരു നടപടികൾ ആരംഭിക്കുമെന്ന് സർക്കാർ പറഞ്ഞതാണ്. പറച്ചിലല്ലാതെ പ്രവൃത്തിയിലേക്ക് കാര്യങ്ങളൊന്നും എത്തുന്നില്ല. ഇനിയാണെങ്കിലും സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ കൂടെ സർക്കാർ നിൽക്കും എന്നുള്ളതാണ്. സർക്കാർ ഈ വനം വകുപ്പ് തീവ്രവാദികളൊപ്പം ആണോ ഈ നാട്ടുകാർക്കൊപ്പം ആണോ എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കേസ് നടക്കുന്നുണ്ടെന്നുള്ള പറഞ്ഞല്ലോ. ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ സർക്കാർ പോസിറ്റീവായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒട്ടും ആശാവഹമല്ലാത്ത നിലപാടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. വനം വകുപ്പ് കയ്യേറ്റം നടത്തി ആ കയ്യേറ്റത്തെ സ്ഥിരമായി ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്കാണ് വനം വകുപ്പ് പോവുക. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ കയ്യേറ്റക്കാര് വനം വകുപ്പുകാരാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുക. സർക്കാർ ഈ വിഷയത്തെ പോസിറ്റീവായിട്ട് തന്നെ കാണുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുക.